മന്ത്രി MP രാജേഷ് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം സാങ്കേതിക നൂലാമാലൊക്കെ ഉയർന്നു വരാറുണ്ട്. ഇപ്പോ കഴിഞ്ഞ ജൂൺ മാസത്തിൽ താലൂക്ക് തലത്തിൽ മന്ത്രിമാർ പങ്കെടുത്തുകൊണ്ട് അദാലത്തുകൾ ചേർന്നപ്പോൾ ഏറ്റവും കൂടുതൽ പരാതി വന്ന ഒരു വിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ചായിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുക, കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഒരു മുൻഗണനയാണ്. അതിനുവേണ്ടിയിട്ടുള്ള ധാരാളം നടപടികൾ ഈ കഴിഞ്ഞ കാലത്തിനിടയിൽ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ ജീവനക്കാരുടെ കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിന് കില വഴി നടത്താറുള്ള പതിവ് പരിശീലനത്തിന് അപ്പുറം ഇതാദ്യമായി IMGയുടെ നേതൃത്വത്തിൽ പ്രത്യേകമായ സിലബസ് തയ്യാറാക്കി മുഴുവൻ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കും പരിശീലനം നൽകാൻ തീരുമാനിച്ചു. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്, അവസാന ഘട്ടത്തിലാണ്. 40 ബാച്ചുകളായി 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്കും പ്രത്യേക സിലബസിന്റെ അടിസ്ഥാനത്തിൽ പരിശീലനം നൽകി. അവരുടെ മാനേജ്മെന്റ് വൈദഗ്ധ്യം, കാര്യശേഷി, പ്രൊഫഷണൽ മികവ് ഇതൊക്കെ വർദ്ധിപ്പിക്കാനുള്ള പ്രത്യേക പരിശീലനമാണ്. കിലയുടെ പരിശീലനം വേറെയും നടക്കുന്നത്. അതുപോലെ പൊതുജനങ്ങളുടെ പരാതി, നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ പരാതി തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ് വരാറുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ജൂൺ മുതൽ സംസ്ഥാനത്ത് സ്ഥിരം അദാലത്തുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പരാതികൾ സമയബന്ധിതമായി പരിഗണിച്ച് തീർപ്പുണ്ടാക്കുന്നതിനാണ് സ്ഥിരം അദാലത്തുകൾ. താലൂക്ക് തലത്തിൽ എല്ലാ 10 ദിവസം കൂടുമ്പോഴും അദാലത്ത് ചേരും. ഒരദാലത്തിൽ പരിഗണിക്കുന്ന വിഷയം അടുത്ത അദാലത്താവുമ്പോഴേക്കും, അതായത് 10 ദിവസത്തിനുള്ളിൽ തീർപ്പുണ്ടാക്കണം എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ലാതെ ബോധപൂർവം സേവനം വൈകിപ്പിക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്തതായി അദാലത്തിൽ കണ്ടെത്തിയാൽ അതിന് ഉത്തരവാദിയായ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കാനും നടപടി ശുപാർശ ചെയ്യാനും അദാലത്തിന് അധികാരമുണ്ട്. 15 ദിവസം കൂടുമ്പോൾ ജില്ലാ തലത്തിലുള്ള അദാലത്തുകൾ ചെയ്യുന്നു. മാസത്തിലൊരിക്കൽ സംസ്ഥാന തലത്തിൽ പ്രിൻസിപ്പൽ ഡയറക്ടറുടെ അധ്യക്ഷതയിലും അദാലത്ത് ചെയ്യും. ത്രിതല സ്ഥിരം അദാലത്ത് സംവിധാനം ജൂൺ മുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയറിംഗ് വിഭാഗം അതിനെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് അധികം വൈകാതെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ വിദഗ്ധ സമിതി ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ നടപടികൾ സ്വീകരിക്കും. തദ്ദേശ സ്ഥാപനങ്ങളിലെ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ വേണ്ടി ക്വാളിറ്റി മോണിറ്ററിംഗ് ലാബുകൾ ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കും. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. 300 സ്ക്വയർ മീറ്റർ വരെ വലിപ്പമുള്ള ലോ റിസ്ക് വിഭാഗത്തിലുള്ള കെട്ടിടങ്ങൾക്ക് അപേക്ഷകന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തലിന്റെ മാത്രം അടിസ്ഥാനത്തിൽ നേരിട്ടുള്ള സ്ഥലപരിശോധന കൂടാതെ തന്നെ പെർമിറ്റ് നൽകുന്ന സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട്. നഗരസഭകളിൽ ഇപ്പോ ചില മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു, അവധി ദിനത്തിലും ഞായറാഴ്ചകളിലുമെല്ലാം അങ്ങനെ പെർമിറ്റ് നൽകാൻ കഴിഞ്ഞു ഈ സംവിധാനം വന്നതോടെ എന്നത്. ഇത് നിലവിൽ തന്നെ നടപ്പാക്കിയിട്ടുള്ളതാണ്. ഈ നടപടികളുടെ എല്ലാം ഭാഗമായാണ്, അല്ലെങ്കിൽ അതിന്റെ തുടർച്ചയായാണ് ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പ് ഇപ്പോൾ നടത്തുന്നത്. അത് കെ-സ്മാർട്ട് എന്ന ഏകീകൃത സോഫ്റ്റ്വെയറും മൊബൈൽ ആപ്ലിക്കേഷനുമാണ്.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയെ ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള അവരുടെ ശേഷി വിപ്ലവകരമായി മാറ്റിമറിക്കുന്ന ഒരു വളരെ നിർണായകമായ ചുവടുവെപ്പാണ് കെ സ്മാർട്ട്. കെ സ്മാർട്ട് എന്നാൽ കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. അതാണ് കെ സ്മാർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത തദ്ദേശ സ്ഥാപനങ്ങൾ ലഭ്യമാക്കുന്ന എല്ലാ സേവനങ്ങളും ഇനി മുതൽ വിരൽത്തുമ്പിൽ ലഭ്യമാവും എന്നതാണ്. കെ സ്മാർട്ട് മൊബൈൽ ആപ്ലിക്കേഷനും ഈ വെബ്സൈറ്റ് മലയാളികൾക്കൊരു പുതുവർഷ സമ്മാനം എന്ന നിലയിൽ ജനുവരി 1-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊച്ചിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. 1-ാം തീയതി രാവിലെ 10:30 കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിലാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. കെ സ്മാർട്ട് മൊബൈൽ ആപ്പ് നിയമ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് ചടങ്ങിൽ വെച്ച് പുറത്തിറക്കും. ഇത് സാധ്യമായത്, ഇതിനുള്ള സാമ്പത്തിക പിന്തുണ ലഭ്യമാക്കിയത് കൊച്ചി സ്മാർട്ട് സിറ്റി മിഷൻ ലിമിറ്റഡ് ആണ്. അത് പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ സാമ്പത്തിക പിന്തുണയോടുകൂടിയിട്ടാണ് കെ സ്മാർട്ട് ഐക്യം വികസിപ്പിച്ചിട്ടുള്ളത്. അതിൽ സ്മാർട്ട് സിറ്റി മിഷന്റെ പിന്തുണ ഉറപ്പാക്കുന്നതിൽ കൊച്ചി നഗരസഭയും അതിന്റെ മേയർ അഡ്വക്കേറ്റ് അനിൽകുമാറും നൽകിയിട്ടുള്ള പിന്തുണയും സഹകരണവും നിസ്സീമമാണ്. അതും ഈ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്.